ഇസ്രായേലിന്റെ ഇന്നത്തെ അയൺ ഡോമും ഗോൾഡൻ ഡോമും ആരോയും സ്പാരോയും ഒരെണ്ണം അനങ്ങത്തില്ല. യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വരാൻ പോകുന്നു. 6000 കിലോമീറ്റർ ഭൂകമ്പം, ലോകരാജ്യങ്ങളിലെ പട്ടാളം വീഴാറായി. അറബ് രാജ്യങ്ങൾ 57, ചൈന, റഷ്യ, കൊറിയ, ഇവരുടെ വിമാനങ്ങളെല്ലാം ഇസ്രയേലിന് നേരെ കയറി വരും. കേരളത്തിലെ 4-5 ഡിസ്ട്രിക്ട് വലിപ്പമുള്ള 22,700 കിലോമീറ്റർ ഉള്ള ഇസ്രയേൽ എന്ത് ചെയ്യും? അതാ എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവ്. വായിക്കാം ശെഖരിയാ പ്രവചനം 12:9-10. ഇനിയുള്ള കാര്യങ്ങൾ സഹോദരങ്ങൾ കേൾക്കണം. കുറിപ്പും തമാശയല്ല, കാന്തന്റെ വരവിന്റെ പ്രവചനങ്ങൾ. മോൻ വായിക്കാം ശെഖരിയാ പ്രവചനം 12:9-10 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാൽ അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും. അപ്പൊ യുദ്ധം യെരൂശലേമിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സജൂജാത്തനുള്ള യേശു പറഞ്ഞു സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം. അറബ് ലീഗ് എല്ലാം UN പേപ്പറുമായിട്ട് അങ്ങോട്ട് ചെല്ലും. നിലവിളി ഉയരാൻ പോകുന്നു. അത് കഴിഞ്ഞ് വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി അവരെഴുന്നേറ്റ് വരും. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കും. അതുകൊണ്ട് മത്തായി 23:37 യെരൂശലേമേ കോഴി തൻ്റെ കുഞ്ഞിനെ മറച്ച് കാക്കുന്ന പോലെ നിന്റെ കൊച്ചുമക്കളെ കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. എത്ര വട്ടം നിനക്ക് മനസ്സായില്ല. ഇതിന്റെ പൂർണ്ണതയപ്പോൾ പ്രസംഗിക്കുന്നത്. വായിക്കാൻ മോനെ അടുത്ത വാക്ക്. യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ സൈന്യങ്ങൾ. അടുത്ത വാക്ക് വായിച്ചാട്ടെ ശെഖരിയാ 12:9-10. നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കുവാൻ നോക്കും. അടുത്തത് ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും. ഇന്നത്തെ യഹൂദൻ കരയാൻ പോവുക. എല്ലാം നിലവിളിക്കും. അടുത്ത വാക്ക് യെരൂശലേം നിവാസികളുടെ മേലും. യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അടുത്ത വാക്ക് തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. കരമുയർത്തിയാട്ടെ. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ ചൊല്ലി വായിക്കാമോനെ. ഏകജാതനെ കുറിച്ചുള്ള ലഭിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തെറ്റിപ്പോയി. എവിടാ മനസ്സിലാക്കി തരാം. പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകൾ. മത്തായി 27-25 ഇന്നലെ രാത്രിയും പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. പച്ച പൈൻമരത്തിന്റെ ക്രൂശിനകത്ത് യേശുവിനെ കാൽവറിക്കകത്ത് സൈന്യാധിപൻ കുന്തമെടുത്തപ്പോൾ പടയാളി അവന്റെ ചങ്കിനകത്ത് കുത്തി. യഹൂദൻ കൈയടിച്ചെന്ന റോമിനോട് ചേർന്ന് അവന്മാർ നിലവിളിക്കാൻ തുടങ്ങും. യഹൂദന്റെ പാളയത്തിനകത്ത് ഇസ്രായേലിന്റെ ഇന്നത്തെ അയൺ ഡോമും ഗോൾഡൻ ഡോമും ആരോയും സ്പാരോയും ഒരെണ്ണം അനങ്ങത്തില്ല. അവന്റെ ഡ്രോണും അനങ്ങത്തില്ല. അവന്റെ കപ്പൽ അനങ്ങത്തില്ല. അവന്മാർ പിടിമുറുക്കും. അറബ് ലീഗ് 57 രാഷ്ട്രങ്ങൾ റഷ്യയും ചൈന അങ്ങോട്ട് കയറിയാൽ അവന്റെ ഒരു വിമാനം അവിടെ നിന്ന് കയറുമ്പോൾ ഈജിപ്തിൽ നിന്ന് അവന്മാർ അടിച്ചങ്ങട്. ജോർദാനി നടിക്കും, സിറിയായി നടിക്കും, ലെബനോനി നടിക്കും, ഇറാനി നടിക്കും, എത്യോപ്യ നടിക്കും. എല്ലാം നിൽക്കുക അടിക്കാനായിട്ട്. അന്നവനൊരു രക്ഷയില്ല. പാളയത്തിനകത്ത് നിലവിളി ഉയരും. ഏകജാതനെ ചൊല്ലി വിലപിക്കും. അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്നൊരു കാലം വരാറായി. എന്റെ ജനത്തെ സ്വർഗം കൈവിടുമോ? പൗലോസ് എഴുതിയിട്ടുണ്ട്. ഞാനും ഒരപ്രായം തന്റെ സ്വന്തം ജനത്തെ ദൈവം കൈവിടുമോ? ഇല്ല. യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വരാൻ പോകുന്നു. വായിക്കാം ശെഖരിയാ പ്രവചനം 13:1. അന്നാളിൽ നിലവിളിയുടെ മധ്യേ ദൈവം ഒരു ഉറവ തുറക്കും. വായിച്ചാട്ട് മോനെ. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി അവൻ നിലവിളിക്ക് ഒരു ഉറവ തുറക്കും. കരമുയർത്തുന്നവർക്കായി അതാ അവന്റെ കാൽ. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണോ? ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണോ. ഇന്ന് മോശയെ പറ്റി ഒരുപാട് കാര്യം പറയുവാനിടയായി. ജോയ്പാസോടും പറയാനിടയായി. പഴയ നിയമത്തിന്റെ വിമോചകന മോശ ജനിക്കുന്നതിന് മുമ്പ് മോശക്കെതിരെ പോരാട്ടം തുടങ്ങിയതാ. എന്താ മനസ്സിലാക്കണം. അന്നാ ഫറവോൻ കൽപ്പന എബ്രായ കുടുംബത്തിലെ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം. അമ്മയും പെങ്ങളും ഒക്കെ കുഞ്ഞിനെ അങ്ങ് വളർത്തി. 3 മാസമായപ്പോൾ പട്ടാളക്കാർ പിടിക്കാൻ വരും. വീട് തുറന്നില്ല, ഡോർ അടച്ചിട്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ കൊച്ചു വളർന്നു. അവന്റെ കരച്ചിൽ കേൾക്കുമെന്നായി. അപ്പൊ അമ്മയും പെങ്ങളോട് ഒരു കാര്യം ചെയ്തു. എവിടെങ്കിലും ഒഴുകിപ്പോകട്ടെ. ഇന്ന് കൊച്ചുങ്ങളെ ഈ അമ്മത്തൊട്ടിൽ കളയുന്ന പോലെ അവർ കളയാൻ നോക്കി. അമ്മമ്മ എന്താ ചെയ്ത്? നൈൽ നദിയുടെ തീരത്ത് കൊണ്ടുവന്നു. ഞാങ്ങണ പെട്ടകത്തിനകത്ത് കുഞ്ഞിനെ കടത്തി കുപ്പിപ്പാലൊക്കെ കൊടുത്തു കാണും. പെട്ടകം അടച്ച് സീൽ ചെയ്തു. എവിടെങ്കിലും പോയി കിട്ടട്ടെ. വെള്ളം കയറിയില്ല. മോശ ഇങ്ങനെ ചെറിയ വെള്ളത്തിൽ നിന്ന് കലക്ക വെള്ളത്തിൽ വന്നപ്പോൾ പെട്ടക ഒലയാൻ തുടങ്ങിയപ്പോൾ അവൻ കണ്ണു തുറന്നു. ഇരുട്ട പെട്ടകത്തിനകത്ത്. ഇവൻ ഉള്ളിൽ കരഞ്ഞു. സ്വർഗത്തിന്റെ ക്യാമറ ഫറവോന്റെ കൊട്ടാരത്തിലോട്ടിറങ്ങി. കരമുയർത്തുന്നവർക്കായി വാഗ്ദത്തമുള്ളവൻ ഏത് നദിക്കകത്ത് നിലവിളിച്ചാലും അവന് വേണ്ടി അന്തപുരത്തിനകത്തേക്ക് സ്വർഗത്തിന്റെ കരമിറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി പിറകിൽ ഒരു സംഭവം ഉണ്ട്. മിര്യാമും അവിടെ നിന്ന് കരയുക. തന്റെ സഹോദരൻ തീരാൻ പോവാ.
നീ നിലവിളിക്കണം. 2, ഇടിവിൽ ചിലർ നിൽക്കണം. കരമുയർത്തുന്നവർക്ക് സ്വത്രം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് ബൈബിൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നിന്റെ അറയിൽ കടന്ന് പ്രാർത്ഥിക്കുക. മോശയുടെ കണ്ണുനീര് സ്വർഗത്തിൽ കണ്ടു. അവന്റെ ക്യാമറ ഇറങ്ങി പറവോന്റെ കൊട്ടാരത്തിലെ പുത്രി ആരാ? അവള് പെട്ടെന്ന് വണ്ടിയെടുത്തു. അവൾ എവിടാ? കന്നു നൈൽ നദിയിൽ കുളിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മക്കൾ ആറാട്ടുകുഴി കുളിക്കാൻ വരുമോ? ഉമ്മൻചാണ്ടി സാറിന്റെ മക്കൾ കുളിക്കാൻ വരുമോ? മൻമോഹൻ സിംഗിന്റെ മക്കൾ കുളിക്കാൻ വരുമോ? പേടിയ. പക്ഷെ ഒരു കാര്യം, വാഗ്ദത്തമുള്ളവന്റെ കണ്ണുനീരെത്തിയ അന്തപുരത്തിനകത്തിരിക്കുന്ന തന്റെ മകളെ കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസന. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു നദിക്ക് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസർ കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. നിന്റെ വാഗ്ദത്തത്തിന്റെ പ്രവൃത്തി നീ കാണുന്നത് വരെ ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ അടയാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി കണ്ണുനീരിനെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ദാ കിടക്കുന്നു വെള്ളറയുടെ ആശുപത്രി. അവിടെ ഒരു ലാബ് ഉണ്ട് അമ്മാമേ. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? കൈ ടെസ്റ്റ് ചെയ്യും, കാല് ടെസ്റ്റ് ചെയ്യും, മുടി ടെസ്റ്റ് ചെയ്യും, നഖ ടെസ്റ്റ് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓരോ അവയവങ്ങളും ടെസ്റ്റ് ചെയ്യും. എവിടെങ്കിലും ലാബിനകത്ത് കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് കേരളത്തിൽ കാണിക്കാമോ? അങ്ങനെ ഒരു ലാബ് കേരളത്തിലുമില്ല, ലോകത്തിലുമില്ല. അങ്ങനെ ഒരു ലാബ് ഇന്ന് രാത്രി വെള്ളറടയിൽ ഞങ്ങൾ വരച്ചു കാട്ടുന്നു. അതാ ഇന്ന് രാത്രി ബഹുമാന്യനാം ആചാര്യനാ വാനിൽ അവൻ വാഴുകയാ. പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നവൻ നിന്റെ കണ്ണുനീര് കണ്ടാൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി എത്ര പേർക്ക് വാഗ്ദത്തം ഏറ്റെടുക്കാൻ കഴിയും? അവിടെ പണിമുടക്കില്ല, അവിടെ ഭാരത് ബന്ദില്ല. 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ലാബ്, 7 ദിവസം വർക്ക് ചെയ്യുന്ന ലാബ്, 365 ദിവസം വർക്ക് ചെയ്യുന്ന ലാബ്. ഇന്ന് രാത്രി അവിടെ ലോക്ക്ഡൌണും ക്വാറന്റൈനും ഇല്ല. പിതാവിന്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവന്റെ കണ്ണുനീര് മാനിക്ക്. ഒരിക്കൽ രാത്രി കൂടി ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു തിരമാലയ്ക്ക് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവന്റെ വീടിനെ തകർക്കാൻ ഒരു അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ കാട്ടിലെ കടത്താൻ നോക്കിയാലും അതിന്റെ നടുവിൽ അവൻ എഴുന്നേറ്റ് ഒരു ദൂത് ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി ക്യാൻസർ അല്ല വലുത്. ഇന്ന് രാത്രി അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവന്റെ കരം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി ട്യൂമർ അല്ല വലുത്. ഇന്ന് രാത്രി എന്നെ ശക്തനാക്കുന്നവന്റെ കരം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ പരാജയത്തോടെ പോകരുത്. ആരാ നമ്മുടെ ദൈവം? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ നിന്റെ കണ്ണ് നിന്നെ കണ്ടെങ്കിൽ അമ്മാമ്മ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, അച്ചായ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം. പഠിക്കുന്ന മോനെ മോളെ, ആകാശത്ത് കയറിയാലും അവന്റെ കരം നിന്നെ തേടിയെത്ത്. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കടക വിരിച്ചാലും അവന്റെ കരം നിന്നെ തേടിയെത്ത്. വെള്ളകടയിൽ ഭൂമി കുലുങ്ങട്ടെ, നിന്റെ വീട് വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴട്ടെ, ശാശ്വത ഭുജങ്ങൾ വെച്ച കർത്താവ് നിന്റെ കുടുംബത്തെ കാക്കോ. ഇന്ന് രാത്രി പിശാച് നടുങ്ങട്ടെ. കരമുയർത്തുന്നവർക്കാൽ നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീട്. എന്നാൽ നീ ഇതൊന്നും ഇന്ന് രാത്രി എന്നോട് അടുത്ത് വരികയില്ല. വിശ്വാസത്തോടെ പറ, എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം ഇന്ന് രാത്രി സിംഹത്തിന്മേലും ആണലിമേലും ഞാൻ ചവിട്ട് പെരുമ്പാമ്പിനെ ഞാൻ മെതിച്ചു കളയോ. കരമുയർത്തിയട്ടമ്മാമേ, 2025 ഇനി 2 മാസവും കൂടെ ഉള്ളു. വിശ്വാസത്തോടെ പറ, ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ ബാലസിംഹങ്ങൾ വില കിട്ടാതെ വിശന്നിരിക്കും. കരമുയർത്തുന്നവർക്ക് ഈ കൺവെൻഷൻ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് രാത്രി മോശയുടെ കണ്ണുനീരിന്റെ അകത്ത് ഒരു കരമിറങ്ങി. ഫറവോന്റെ പുത്രി അയച്ചതുപോലെ യഹൂദന്റെ കണ്ണുനീരിന്റെ അകത്ത് അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ട്. അതാ കർത്താവിന്റെ വരവ്. വായിക്കാം സെഖരിയാ പ്രവചനം 14:4-5. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. മോൻ വായിച്ചാട്ടെ. 10 മിനിറ്റ് കൊണ്ട് ഇവിടെ സന്ദേശം തീർക്കണം, സമയം അവസാനിക്കുന്നു. സെഖരിയാ 14:4-5. മോൻ വായിച്ചാട്ടെ. അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2 നടുവെ പിളർന്നു പോകും. ആ മലയുടെ ഒരു പാതി ഏറ്റവും വലിയൊരു താഴ്വരയുള്ളവായി വരും. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം 6000 കിലോമീറ്റർ ഭൂമി പൊട്ടുവന്നു. ബാക്കിയോട് ഇപ്പൊ മോൻ വായിച്ചു തരും. അടുത്ത വാക്ക്. മലയുടെ ഒരു പകുതി വടക്കോട്ടും ഇറാഖ് വടക്ക്. അടുത്തത് മറ്റേ പകുതി സൗത്ത് ആഫ്രിക്ക. ഇപ്പൊ മൊസാംബിക്ക് ബോട്ട് മുങ്ങി മലയാളി പയ്യൻ മരിച്ച സ്ഥലമായി പറയുന്നത്. ഭാഷമാർ എഴുതിക്കോ ആ സ്ഥലത്തിന്റെ പേര്. വായിച്ചാ മോനെ. തെക്കോട്ട് വാങ്ങിപ്പോകും. മലകളുടെ അവസാന റൂട്ട് എവിടാ? എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ. അതാ ഇന്നത്തെ മൊസാംബിക്ക് മലയാളി ചെറുക്കൻ ബോട്ട് മുങ്ങിയ സ്ഥലം. അവിടെ വരെ 6000 കിലോമീറ്റർ ഭൂമി പിളരും. ഒരു വലിയ ഭൂകമ്പം. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. പ്രാണപ്രിയൻ വരവിനായി. നിങ്ങളുടെ മൊബൈലിലും യൂട്യൂബിലും എല്ലാവരും കേട്ടോണം ഈ ഭാഗം കൂടെ. 2009 ഒലിവുമലയിൽ ഇന്നൊരു റിസോർട്ടുണ്ട്, 7 ആർച്ച്. അപ്പോൾ UK നമ്മുടെ
വിയർട്ടാൻ ഷെറാട്ടൻ അവന്മാർ വന്നിട്ടൊരു വലിയ ഹോട്ടൽ പണിയാൻ ഏരിയൽ ഷാരൂൺ ഇസ്രായേലിലെ പ്രധാനമന്ത്രി എല്ലാം കേൾക്കണം. ഞാൻ പോയതിൻ്റെ അടി പോസ്റ്റ് ഇടുന്ന വില്ലന്മാരുണ്ട്, അതുകൊണ്ട് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നു. സ്വത്രം എൻ്റെ 2009 ഏരിയൽ ഷാരൂണിനെ കൊണ്ട് പൈസ കൊടുത്ത്, സാറേ ഞങ്ങൾ റിസോർട്ട് തുടങ്ങാൻ. വെള്ളറുടെ ഒരു കെട്ടിടത്തിന് 1300 ആശാരി മേശിരി താബൂക്ക് മതി. എന്നാൽ കാരക്കോണത്ത് ഒരു 5 നില ബിൽഡിംഗ് പണിയണമെങ്കിൽ മൈനിങ് ജിയോളജി മനസ്സിലാകുന്നവർക്കായി സ്കൂളിൽ പോയവർക്ക് താഴെ കുഴിക്കണം, പായിൽ അടിക്കണം, എഞ്ചിനീയർ വരണം. അന്ന് അവർ പണിയാൻ തുടങ്ങിയപ്പോൾ ഒരു സംഭവം നടന്നു. ഒലിവുമലയുടെ താഴ്വാരം പിളർന്നിരിക്കുന്നു. ഹാൽക്രോ കമ്പനിയുടെ പേരും പറഞ്ഞുതരാം, യൂട്യൂബിൽ കിടക്കട്ടെ. അവർ പറഞ്ഞു പിന്നെ ഗിൽട്ടനോട് ഷെറാട്ടനോട് അച്ചായ പൈസ മേടിച്ച് സ്ഥലം വിടാൻ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളത് നോക്കായിരുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്ത് എൻഡോസ്കോപ്പി ഒരു കുഴലിടാൻ പറഞ്ഞു മനസ്സിലാകുന്നവർക്കായി. മലയാളം കൂടെ പറഞ്ഞുതരാം. കാരക്കോണം മെഡിക്കൽ കോളേജ് വെള്ളറുടെ രാമൻ ചേട്ടനെ കൊണ്ടുപോയി. ആദ്യം ഛർദിൽ, പിന്നെ ഛർദിലിനകത്ത് രക്തത്തിൻ്റെ തുള്ളി. ആനപ്പാറക്കാർ പറഞ്ഞു ഇവിടെ നടക്കത്തില്ല, നേരെ എൻഡോസ്കോപ്പിക്ക് വിടാനായിട്ട്. അവിടെ ചെന്ന് ഡോക്ടറിന് എഴുതി കൊടുത്തു. ഡോക്ടർ എൻഡോസ്കോപ്പിക്ക് തയ്യാറായി, നാളെ രാവിലെ ഒന്നും കഴിക്കാതെ വരണം. രാമൻ ചേട്ടൻ അവിടെ കിടക്കുന്നു, സഹോദരി ഒരു കുഴൽ വയറ്റിൽ കൂടി ഇടുന്നു, ക്യാമറയുടെ തുണ്ട് ലാപ്ടോപ്പിലും കൊടുക്കുന്നു. ഡോക്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, വയറ്റിൽ ഈ ക്യാമറ ഇങ്ങനെ ഒന്നുകൂടെ കറക്കുന്നു. അന്നേരമുണ്ട് കരളൊക്കെ കാണുന്നു. അപ്പം നോക്കിയപ്പോൾ തോർത്തിൻ്റെ കുടിത്തല പോലെ കുടിത്തല. ഉടനെ ഡോക്ടർ അല്പം വല്ലാതെ കിടക്കുന്ന രാമൻ ചോട്ടനോട് ചോദിച്ച് OPR ആയിരുന്നോ OCR ആയിരുന്നോ ജവാനാണോ അടിച്ചതെന്ന് മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം അകത്തൊന്നുമില്ലെന്ന് സ്വോത്രം. അതുകൊണ്ടായി രക്തം വരുന്നതെന്ന് മനസ്സിലാക്കുന്നവർക്കായി. അതായി എൻഡോസ്കോപ്പി. നിങ്ങൾ അതിനൊന്നും വിധേയമാവരുതേ മക്കളെ. വായി കുഴലിടാനൊന്നും അനുമതി വരാതെ കർത്താവിനോട് പ്രാർത്ഥിയിൽ മക്കളെ. സ്വോത്രം അതൊക്കെ കണ്ടാൽ കരഞ്ഞു പോകും. അങ്ങനെയുള്ള സ്ഥലത്ത് കയറിയത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്കത് വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിയിൽ. എൻ്റെ വായിലൊരു കുഴലിടാതെ എൻ്റെ കർത്താവ് എന്നെ കാത്തോണെന്ന് പ്രാർത്ഥിച്ചമ്മ. സ്വോത്രം ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി. ബാക്കി കേട്ടോ. അതുപോലെ താഴെ ഭയങ്കര മുരൾച്ച. അവന്മാർ ക്യാമറ വലിച്ചെടുത്ത്. ഒലിവുമലയുടെ അടിവാരം ഇപ്പോഴേ മുരൾച്ച തുടങ്ങി. വെള്ളറുടെ ഇതുപോലെ കയ്യടി പോലും തുടങ്ങിയിട്ടില്ല. സന്തോഷമില്ലല്ലോ ശാസ്ത്ര. കാന്തൻ വരാറായി. ഇപ്പം അന്യഭാഷയും പറയത്തില്ല. ചില പ്രാസംഗിക്കുന്ന പ്രാസംഗികർ എൻ്റെ കൂടെ ഉള്ളവർ പറയുന്നത് ഈ മറുഭാഷയെല്ലാം കള്ള വന്നു. സ്വോത്രം അയ്യോ നീ എല്ലാം തീരാറായടാ. സ്വോത്രം പണ്ടത്തെ അപ്പച്ചന്മാർ അന്യഭാഷ പറഞ്ഞ ആത്മാവി തമ്പേർ അടിച്ചതാ. ഇന്ന് പള്ളികളും വിടുതലും ഒക്കെ ഉണ്ടാകും. സ്വോത്രം അതുകൊണ്ട് ഇവിടെ നിന്ന് കയ്യടിയില്ല, അന്യഭാഷയില്ല. സ്വോത്രം അത് മാത്രമല്ല പെന്നിക്കോസുകാരുടെ ഒത്തിരി ബ്രദറുകാരുമായിരിക്കുക മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം മക്കളെ നമ്മൾ ആരംഭിച്ച പരിശുദ്ധാത്മ ശക്തിയിലാണ്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ് ഈ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ കരമുയർത്തുന്നവർക്കായി. ആരൊക്കെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞ ഞാൻ ആത്മാവിൽ ആരാധിക്കും, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കും, ഞാൻ മുഴങ്കാൽ മടക്കി ദൈവത്തോട് നിലവിളിക്കും. അങ്ങനെയുള്ള അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടു. അതുകൊണ്ട് ആ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. 6000 കിലോമീറ്റർ ഭൂകമ്പം, 6000 കിലോമീറ്റർ ഭൂകമ്പം. പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം 6000 കിലോമീറ്റർ ഇസ്രയേലിൽ ഭൂകമ്പമുണ്ടാകും ഇന്ന് രാത്രി. ബൈബിൾ വായിക്കാം. എസെക്കിയേൽ 38:19-20. മോൻ വായിച്ചാട്ടെ. എസെക്കിയേൽ 38:19-20. അന്നാളിൽ വായിക്കാം. എസെക്കിയേൽ 38. ഇസ്രായേൽ ദേശത്ത് നിശ്ചയമായി ഇസ്രായേൽ ദേശത്ത് ആ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. കരമുയർത്തുന്നവർക്കായി. കുഞ്ഞു ഭൂകമ്പമല്ല, 6000 കിലോമീറ്റർ ഭൂമി വിണ്ടുകീറും. അടുത്തത് അന്ന് കാട്ടിലെ വായിച്ചിട്ട് പോരെ. എന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അടുത്തത് അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും കപ്പൽ പട മുഴുവൻ തീരാൻ പോവുക കാന്തന്റെ വരവിൽ. അടുത്തത് ആകാശത്തിലെ പറവയും. ആകാശത്തിലെ പറവ, കാട്ടിലെ മൃഗവും. ആകാശത്തിലെ പറവ നമ്മുടെ കാക്കയും, അത് കഴിഞ്ഞ് പരുന്തുമല്ല വിമാനം എല്ലാം താഴെ വീഴും. അടുത്തത് നിലത്തിലെഴുന്ന ഇഴജാതിയൊക്കെ. മൃഗം തീവ്രവാദികൾ, നിലത്തെഴുന്ന കരപ്പട്ടാളക്കാരിലെ 6000 കിലോമീറ്റർ ഭൂകമ്പത്തിൽ കടങ്ങി വീഴുമെന്ന്. വായിരുമോനെ. ഭൂതലത്തിലെ സകല മനുഷ്യരും, ഭൂതലത്തിലെ സകല നിവാസികളും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. കരമുയർത്തുന്നവർക്കായി. അതാ പാടിയോടും ചെമ്പൂരും. അത് കഴിഞ്ഞിട്ട് ദാ ഇവിടെ നമ്മുടെ ഇവിടുന്ന് പനച്ചുമൂട്ടിലോട്ട് വന്നപ്പോൾ TPM-ന്റെ വാദಕ್ಕೆ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. കുഞ്ഞാടിന്റെ കോപ ദിവസം കരമുയർത്തുന്നവർക്ക്. ഇന്ന് രാത്രി ഈ ദിനം വരാറായി. വരാനിരിക്കുന്ന ഈ ദിവസത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോകണോ. പ്രസംഗത്തിന്റെ അവസാന ഭാഗം. ചേട്ടന്മാർ ചേച്ചിമാർ സഹകരിച്ചതിന് നന്ദി. 5 കാര്യം ഇസ്രായേലിൽ. 1 സൈന്യങ്ങൾ യെരൂശലേം. 2 യഹൂദന്റെ നിലവിളി. 3 അറബ് രാജ്യങ്ങളിൽ റഷ്യയുടെയും വിമാനം അവിടെ. 4 ഏറ്റവും നിർണായകമായി കാന്തന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. 5 ഒലിവുമല 6000 കിലോമീറ്റർ വിളരും.
അങ്ങനെ ഒരു ഭൂകമ്പം അവിടെ നടക്കും. 5 കാര്യം ഇസ്രായേലിൽ, ആ 6 കാര്യം അവിടെ നടക്കുന്നതിന് മുമ്പ് വെള്ളറടയിൽ മറ്റൊരു ശബ്ദം കേൾക്ക്. അതാ 2025 യഹോവയുടെ കൺവെൻഷൻ. ആ ശബ്ദം ഇസ്രായേലിൽ മുഴങ്ങുന്നതിന് മുമ്പ് വെള്ളറടയിൽ മറ്റൊരു ശബ്ദം മുഴങ്ങും. കരമുയർത്തുന്നവർക്ക് അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക് ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി വെള്ളറടേ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. അതുകൊണ്ട് ഒരു കാര്യം, ആമോസ് 4:12 ഇതാ എല്ലാ പൈത്തോമിന്റെ വാദക്ക് എഴുതിയേക്കുന്ന വായുമോനെ. ആമോസ് 4:12 വായിക്കാം. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. നിന്നോട് ഞാൻ ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്ക് യഹൂദന്റെ നിലവിളി ഉയരാൻ കാലമായി. അതിനു മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ആരാ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് മുങ്ങിസ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് കർത്തൃമേശയിൽ പങ്കാളിയായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. കരമുയർത്തുന്നവർക്കായി കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. യഹൂദന്റെ നിലവിളി ഉയരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. ഒരു 3 കാര്യം കേട്ടോ. 1, യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം, അന്ത്യകാലം. യേശു എവിടുന്നാ മേലോട്ട് പോയത്? ഒലിവുമലയിൽ ശിഷ്യന്മാരെ അനുഗ്രഹിക്കപ്പെടാൻ ഒരു മേഘം താഴേക്ക് വന്നു പോയത്. ഇനി അവിടെ മടങ്ങി വരുന്നതും ഒലിവുമലയിൽ. കരമുയർത്തുന്നവർക്ക് അവൻ പോയതുപോലെ മടങ്ങി വരും. ഗലീല പുരുഷന്മാര്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. സെക്കരിയാവ് അന്നാളിൽ ഒരു പരിഭ്രമപാത്രം. 2, ഭാരമുള്ള കല്ല്. 3, ജാതികൾ വിരോധമായി കൂടി വരും. 4, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ലോകരാജ്യങ്ങളിലെ പട്ടാളം വീഴാറായി. നാവികസേനയുടെയും കപ്പലുകൾ തകരാറായി. ആകാശത്തിലെ യുദ്ധവിമാനങ്ങൾ താഴെ വീഴാറായി. അതിനു മുമ്പ് തന്റെ കാന്തയെ ചേർക്കുവാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി ഇതുവരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാത്ത കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ. സ്നാനത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാത്തവർ ഇനി അമാന്തിക്കരുത്. പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാത്തവർ ഇന്ന് രാത്രി കൈവിടപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി പ്രസംഗത്തിന്റെ അവസാന ഭാഗം. ഇന്നലെ നല്ലൊരു സാക്ഷ്യം പറയാൻ പോലും പറ്റിയില്ല. ബാക്കി ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ഇന്ന് രാത്രി എല്ലാവരും കേട്ടാട്ടെ. ആരാ? സാൽവേഷൻ ആർമിയുടെ മെയിൻ ചീഫിന്റെ പേര് ഡോക്ടർ വില്യം ബോത്ത്. അദ്ദേഹം ലണ്ടൻ പോലീസിൽ നിന്ന് ഈ ചർച്ച് തുടങ്ങിയത്. അവരുടെ കൺവെൻഷനിലെ ലണ്ടനിലെ കൺവെൻഷൻ എല്ലാവരും കേട്ടാട്ട്. ചേച്ചിമാരെല്ലാം നോട്ട് ചെയ്യണോ? എന്താ അവിടെ ഭയങ്കര കൺവെൻഷനാണ്. പട്ടാളക്കാരും പോലീസുകാരും ഒരു ചെരുപ്പ് കുത്തി അതിൻ്റെ സമീപം വെള്ളറുടെ പൊന്നമ്പ ഡിസ്റ്റൻസിൽ ഈ മൈക്കെല്ലാം കെട്ടും. ചെരുപ്പുത്തിയുടെ മോൻ്റെ പേരാ സാമുവൽ ബ്രെങ്ക്ലാർ. അവനൊരാഗ്രഹം ഇവിടെ കൺവെൻഷനുമായി 18 വയസ്സുള്ള പയ്യൻ അവിടെ ഗേറ്റിൻ്റെ അവിടെ ചെന്ന് സെക്യൂരിറ്റി പറഞ്ഞ്, എന്തിനാ വന്ന്? കൺവെൻഷൻ. നീ ചെരുപ്പൂത്തിയുടെ മോനെ, സ്ഥലം വിട്ടു, ഇത് പട്ടാളക്കാരും പോലീസുകാരും വരുന്ന സ്ഥലം. അവൻ അങ്ങ് തിരിച്ചു പോയി. കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇന്നത്തെ പിള്ളേരായിരുന്ന സെക്യൂരിറ്റിക്ക് നല്ല കാര്യം കൊടുത്തേനെ. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഭാഷന്മാരൊന്നും മിണ്ടരുത്. പിള്ളേരെ കല്ലൊക്കെ ഉണ്ട്, മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അത് കഴിഞ്ഞ് 19ാമത്തെ വയസ്സിൽ വീണ്ടും അവൻ വന്നു. അപ്പോഴും പറഞ്ഞു, മോനെ കഴിഞ്ഞ വർഷമേ പറഞ്ഞില്ലേ നിന്നെ ഇവിടെ കയറ്റത്തിൽ, നിൻ്റെ അപ്പ ഷൂ തയ്ക്കുന്നു, നീ തുടയ്ക്കുന്നു, പൊക്കോളാൻ. 20 വയസ്സായപ്പോൾ പയ്യനും ബുദ്ധിയായിരുന്നു. പകൽ എന്നിട്ട് പറഞ്ഞ കൺവെൻഷൻ വന്നതല്ല, ദാണ്ട് ഇവിടെ ഇപ്പോൾ പകൽ പരിപാടിയില്ലല്ലോ, എനിക്ക് പ്രസിഡൻറ്റിനെ ഒന്ന് കാണാം. അപ്പോൾ അവരൊരു പ്രസിഡൻറ്റ് ദാണ്ട് ഓഫീസിൽ ചുമ്മാ ഇരിക്കുക, ധൈര്യമായിട്ട് കണ്ടോളാം. സ്വോത്രം. നേരെ പ്രസിഡന്റ് അടുത്ത് പോയി, സാറേ ഞാനൊരു ചെരുപ്പൂത്തിയുടെ മകനാ, പേര് സാമുവൽ ബ്രെങ്ക്ലാർ, എനിക്കിവിടെ ഒന്ന് ആരാധിക്കണം. പുള്ളി പറഞ്ഞു, എന്നിട്ടാണോ കുഞ്ഞ് 2 വർഷം നീ വന്നിട്ട് പറഞ്ഞു വിട്ട, പിന്നെ എന്തിനാണ് വന്നത്? അപ്പോൾ അവൻ പറഞ്ഞ്, ഞാൻ ആരാധനയല്ല ചോദിച്ചോളൂ. അപ്പം പറഞ്ഞു, നീ വന്നതല്ലയോ, പള്ളിയിലൊന്നും വരണ്ട, ആൾക്കാർ വരുന്നിടത്ത് ദാണ്ട് ഷൂ എല്ലാം നിൽക്കുന്ന റാക്കുണ്ട്, പിന്നെ കാർപ്പറ്റിലാണ് വരുന്നത്, അവിടെ ഷൂ പരയുണ്ട്, അവിടെ ഇരിക്കണം, തുടയ്ക്കണം, നമ്മുടെ മെസ്സിയിൽ നിന്ന് കഞ്ഞിയും കിട്ടും, കുടിക്കണം. സ്വോത്രം. ഇന്നത്തെ വല്ലവരുമായിരുന്നേ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ പുള്ളിയായിട്ട് അങ്ങ് ശരിയാക്കിയാണ് സ്വോത്രം. ആപ്പ് കയറ്റിയാണ് സ്വോത്രം. ആപ്പ് സ്വോത്രം. പക്ഷേ അന്ന് ആപ്പ് ഇല്ലാത്തത് ഭാഗ്യം. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക്. അവൻ പാവപ്പെട്ടവനായിരുന്നു. അവൻ അവിടെ ഇരുന്ന് എത്ര വർഷം ഇരുന്നു? 14 വർഷം. വരുന്നവരല്ല എവനെ നോക്കും, അവർ ആരാധിക്കുമ്പോൾ അവൻ അവിടെ തമ്പേർ കൊട്ടുമ്പോൾ ഇവിടെ കൈയടിക്കും. 34 വയസ്സായി. അന്നൊരു സംഭവം നടന്നത് എല്ലാവരും കേൾക്കണം.
അന്ന് ലണ്ടനിൽ കൺവെൻഷൻ സാൽവേഷൻ ആർമി. ഇന്ന് അവരോട് ഇതൊന്നും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ വലിയ ആൾക്കാരാണ്. സ്വോത്രം കേട്ടോ. 4 ദിവസം വ്യാഴം വെള്ളി ശനി ഞായർ. വ്യാഴം വെള്ളി LMSൻ്റെ മെഷീനറി, ശനി ഞായർ ഇംഗ്ലീഷുകാർ. രാവിലെ 9:30 വില്യം ബൂത്ത് ഇംഗ്ലീഷുകാരനെ പ്രതീക്ഷിച്ച് എയർപോർട്ടിൽ പാലിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ 10 മണിക്ക്, ഞാൻ വരത്തില്ല, സുഖമില്ല. വില്യം ബൂത്ത് കരയാൻ തുടങ്ങി. തിരിച്ചു വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും വിളിച്ച് പ്രസംഗിപ്പിക്കാൻ എനിക്ക് സുഖമില്ല. ഓടി പ്രാർത്ഥനാ മുറി പായിട്ടു. അങ്ങോട്ട് കരയാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ആരാണ്ട് സംസാരിക്കും. എന്തിനാ നീ കരയുന്നത്? നിനക്ക് യോഗ നടന്നാൽ പോരെ, ചെല്ല്, സൂപ്പറെ ഒരുവൻ കിടപ്പുണ്ട്, അവനെ ഇന്ന് എഴുന്നേൽപ്പിച്ചോളാം. സ്വോത്രം. പെരിയ പുള്ളി അവിടെ ചെന്ന് സാമുവൽ ബ്രിംഗ്ലറിനോട് ചോദിച്ചു, മോനെ ഇന്ന് രാത്രി നീ പ്രസംഗിക്കണം. അവൻ കരമുയർത്തി. എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. സ്വോത്രം. മുടിയും വെട്ടി താടിയും വെട്ടി അന്ന് രാത്രി ലണ്ടൻ പട്ടണത്തിൽ കൊണ്ടുവന്ന് ഒരു ഡോക്ടറേറ്റ് ആത്മീയമന്നയുടെ ബൈബിളും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഒറ്റ പ്രസംഗം, ആയിരങ്ങൾ കരമുയർത്തി. സ്വോത്രം. കണ്ണുനീരൊഴുകി. 4-ാം ദിവസം അവസാന രാത്രി ഭയങ്കര പ്രസംഗം. ലണ്ടൻ പട്ടണം വിടുതൽ. ആരും മിണ്ടിയില്ല. സ്വോത്രകാഴ്ച കഴിഞ്ഞു. അവസാനത്തെ പ്രാർത്ഥന വില്യം ബൂത്ത് കരമുയർത്തി, ഐ റിസൈൻ മൈ പോസ്റ്റ് ടുഡേ. ഇന്ന് ഞാൻ രാജിവെക്കുവന്ന്. ആൾക്കാർ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ടുമാറോ ഹൂ ഈസ് ലീഡ് ബൈ അവർ ഫെലോഷിപ്പ് ദാറ്റ് മാൻ ഈസ് സാമുവൽ ബ്രിംഗ്ലർ. നാളെ ഈ പുള്ളി നമ്മുടെ സഭയെ നയിക്കുമെന്ന്. 14 വർഷം സൂപ്പറെ കടന്നവൻ സഭയുടെ പ്രസിഡന്റായി. ഇന്ന് രാത്രി ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവനാ ദൈവം, എളിയവനെ മാനിക്കുന്നവനാ ദൈവം. അമ്മച്ചേ അപ്പച്ച ഇന്ന് രാത്രി പറയണ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പൊട്ടക്കിണറ്റിൽ കിടന്നാലും വാഗ്ദത്തമുള്ളവ എഴുന്നേറ്റ് വരും. നാട്ടുകാര് പോസ്റ്റ് ഇട്ടാലും അടിമച്ചന്തയിൽ നിന്ന് നീ എഴുന്നേറ്റ് വരും. പൊത്തിപ്പേറിന്റെ ഭാര്യ തുണിയിട്ട് കറക്കിയാലും നിന്നെ ദൈവം ഉയർത്ത്. കാരാഗ്രഹത്തിന് ചപ്പാത്തി കഴിച്ചാലും നിന്നെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി 2ാമത് രാത്രി കരമുയർത്തമ്മേ. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ എൻ്റെ പ്രാർത്ഥനയുടെ പരിസമാപ്തി എൻ്റെ വീട്ടിനകത്ത് തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. പ്രാവിന്റെ കാലുകൾ കൂട്ടിക്കെട്ട് പുരോഹിതൻ യാഗപീഠത്തിനകത്ത് ഒരു കാര്യം ചെയ്യും. ഒരു പ്രാവിന്റെ തലയിറക്കാൻ തുടങ്ങും. അവന്റെ യാഗമോ. ആ സമയത്ത് മറ്റേ പ്രാവ് മിണ്ടാതിരിക്കും. ഒരു തുള്ളി രക്തം താഴെ വീഴാതെ പ്രാവിന്റെ തല യാഗപീഠത്തിനകത്ത് ഞെക്കിപ്പിടി. അയ്യോ അമ്മച്ചിയേ, പുറകിലൊരു കാഴ്ചയുണ്ട്. ഒരു പ്രാവിന്റെ തല പോയ ഉടൽ കിടക്കുന്ന മറ്റവൻ മിണ്ടാതിരിക്കുക. യാഗത്തിൽ നല്ല പാട്ടൊക്കെ പാടും, കർമ്മകാണ്ഡാദികളെല്ലാം നടത്തും. അതിനുശേഷം എന്താ ചെയ്യുന്നത്? അവസാനമായി യാഗ സന്തോഷം. ഈ മാർപ്പതക്കത്തിൽ കത്തിയിടാൻ നേരം താമ്ര തൊട്ടിന്ന് വെള്ളമെടുക്കും. യഹൂദൻ്റെ യാഗം. അപ്പം പുറകിലൊരു കാഴ്ച. ഉള്ളിൽ ആരോ പറയും, കുഞ്ഞെ നിൻ്റെ യാഗം കഴിഞ്ഞ് എന്തിനാ ഉടലിങ്ങനെ തല പോയത് ഇങ്ങനെ പിടയ്ക്കുന്നു? മറ്റവൻ കണ്ണടച്ചിരിക്കുക, രക്തം വീണവൻ. ആ സമയത്ത് ഈ പുരോഹിതൻ മമേ മാർപ്പതക്കത്തി കത്തിയിടുന്നതിന് മുമ്പ് ആ കെട്ടിനൊരറപ്പ് വിറയ്ക്കുന്നത് മറിയുമ്പോൾ ജീവരക്തം വീണത് ഒറ്റ ഓട്ടമോട്. സ്വോത്രം. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇന്ന് രാത്രി വെള്ളറടയിലും ആറാട്ടുകുടിയിലും അഞ്ചുമരങ്കാലയിലും പൊന്നമ്പയിലും നിന്റെ മുഖം ആരും കണ്ടില്ലെങ്കിലും രക്തത്താൽ കഴുകപ്പെട്ടവന്റെ മുഖം കാണുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മറഞ്ഞു വരാറാൽ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. രാത്രി നിർത്താൻ പോകുന്നു. അനീതി ചെയ്യുന്നവർ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവർ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ. സകലർക്കും പ്രതിഫലമായി കാന്തൻ വരാറായി. അവസാന ഭാഗം യോഹന്നാൻ 9:4. ഈ ദിവസത്തെ പറ്റി യേശു പറഞ്ഞു. അതിനു മുമ്പ് നമ്മുടെ പ്രത്യാശ വായിക്കാൻ മോനെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവ് ചിലരിന്ന് ഇതിനകത്ത് കാണിക്കുക. ദൈവവേലയ്ക്ക് വേണ്ടി ഇതിനകത്ത് തിരഞ്ഞെടുത്തോളാം. ചിലരിന്ന് കർത്താവ് സമർപ്പിക്കാൻ പോവുക. ഇന്ന് രാത്രി വചനം കേട്ട് നീ എഴുന്നേക്കാൻ തയ്യാറുണ്ടെങ്കിൽ പട്ടണങ്ങളെ പിടിക്കാനുള്ള ദൈവകൃപ തരാൻ പോവുക. ദൈവാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. സ്വോത്രം. യോഗം തീർന്നാലും വരണം. നിങ്ങളാരും ഞങ്ങളുടെ കണക്ക് പാസ്റ്റർമാരണക്കല്ല. ചില കുഞ്ഞുങ്ങളോട് ദൈവാത്മാവ് ഇന്ന് പറയുന്നു, നീ ഇന്ന് രാത്രി എഴുന്നേറ്റാൽ പട്ടണങ്ങളിൽ പോയി യേശുവിനെ പ്രസംഗിക്കാനുള്ള വിശേഷ കൃപ ഇന്ന് തരുമെന്ന്. സ്വോത്രം. ഇവിടെ നിന്ന് നീ പ്രാപിച്ചുകൊണ്ടേ പോകാവൂ. വലിയ ദൈവസാന്നിധ്യം സ്റ്റേജിനകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുക. സ്വോത്രം. സമയം പോകുന്നത് കൊണ്ടാണ് എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. വലിയ ദൈവ കൃപ ഒഴുകിക്കൊണ്ടിരിക്കുക. സ്വോത്രം. അത്ഭുതത്തിന്റെ കരം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നീട്ടിക്കൊണ്ടിരിക്കുക. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുക. സ്വോത്രം. ഞങ്ങളുടെ മാത്രം ജോലിയില്ല, മേടയിലിരിക്കുന്ന ഊഴിയക്കാരുടെ ജോലിയല്ല. പഠിക്കുന്ന മോളെ നീയും പറയണ യേശു രക്ഷകനെന്ന്.
കൂലിവേലയിൽ നിന്ന് അച്ചായ ഇന്ന് രാത്രി എവിടെങ്കിലും പറയണം യേശു രക്ഷകനെന്ന്. താങ്കളുടെ പേര് സൂചകനാ. ഇന്ന് രാത്രി തൊഴിലുറപ്പിന് പോകുന്ന കുഞ്ഞമ്മാമേ, ഇന്ന് രാത്രി അവിടെയും പറയണം യേശു രക്ഷകനെന്ന്. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുക. ഇന്ന് രാത്രി ചില പരിശുദ്ധാത്മ പ്രാർത്ഥിക്കാൻ പോവുക. അത് കഴിഞ്ഞ് അടുത്ത വാക്ക് ഈ ദിനത്തെ ഓർത്ത് യേശു പറഞ്ഞു. വായിക്കാം മോനെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്ക് ഇസ്രായേലിന്റെ നിലവിളി. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. എന്നാ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രാത്രി, രണ്ടാമത് രാത്രി. ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ നിന്ന് ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ പ്രിയന്റെ വരവിൽ നാം എടുക്കപ്പെടും. ഇന്ന് രാത്രി അവസാനം. 1 യെരൂശലേം, 2 പരിഭ്രമപാത്രം. തലസ്ഥാനത്തെ ഞാൻ പരിചയപ്പെടുത്തി. പാടുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ മോനെ. പരിഭ്രമപാത്രമായി 1967 ട്രംപ് ഭാരമുള്ള കല്ലാക്കി സകല യഹൂദനും മടങ്ങി വരുന്നു. ഇന്ന് രാത്രി അമേരിക്ക തകരുന്നു. UN-നകത്ത് ജെറുസലേം അറബ് ലീഗിന് കൊടുക്കാൻ കൽപ്പന വരും. അതാ 3-ാം ലോകമഹായുദ്ധം. യഹൂദന്റെ നിലവിളി ഉയരും. നാഥന്റെ കാൽ ഒലിമലയിൽ ചവിട്ടും. 6000 കിലോമീറ്റർ ഭൂമി പിളരും. വലിയ ഭൂകമ്പം. ആ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് കാഹളനാഥ സഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരാറാണ്.